ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ് ന്യൂ ഇയർ വിഷസ്. ഇന്ന് വന്നിട്ട് നമ്മൾ 2024 റീഡിംഗ് ആണ് നോക്കുന്നത്. 2024 നിങ്ങൾക്കുള്ള അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്? ഓക്കെ, എന്ത് അഡ്വൈസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ന്യൂ ആയിട്ട് ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കുന്നത് 2024 അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ഷൻ നടത്താം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Your personal unicorn, manifest your dreams, cosmic rainbow. അപ്പോൾ ഇത് മൂന്നുമാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് കാർഡ് നമ്പർ 1 ആണ്. യുവർ പേഴ്സണൽ യൂണിക്കോൺ, ബേത്ത് ഇൻ പ്യുവർ ലവ്, സ്റ്റേ ഓപ്പൺ ടു യൂണിക്കോൺ മാജിക്. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് കാർഡ്സ് എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. പൈൽ നമ്പർ 1, താങ്ക് യു. താങ്ക് യു. Cosmic Emerald, create perfect health, access divine abundance. നമ്പർ 10 ആണ് വന്നിരിക്കുന്നത്. ആക്സസ് യുവർ ഗിഫ്റ്റ്സ്, എക്സ്പ്ലോർ യുവർ ട്രഷർ ചെസ്റ്റ്, അക്സെപ്റ്റ് ഹൂ യു ട്രൂലി ആർ. ഇത് വന്നിട്ട് കാർഡ് 31 ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഡിവൈൻ പൊട്ടൻഷ്യൽ, fulfill your destiny, be all you can be. Pool of Christ light, open your heart, spread unconditional love. Okay, ഇവിടെ നിങ്ങൾ 2024 ഒത്തിരി പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ റിഗ്രറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്നേഹം കൊടുത്തു പക്ഷേ നിങ്ങൾക്ക് തിരിച്ച് എന്താ പറയുക, ആ ഒരു എനർജി നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് വരുന്നില്ല, എന്താ പറയുക, സമാധാനം നഷ്ടപ്പെട്ടു, അങ്ങനത്തെയൊക്കെ എനർജീസിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെയും കുറേ കൂടെ എന്താ പറയുക മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ആ ഒരു സൈക്കിൾ എൻഡ് ചെയ്യാനായിട്ട്, അതിന് പകരമായിട്ട് കുറച്ചും കൂടെ നിങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അതായത് നിങ്ങളിവിടെ മനസ്സിലാക്കുന്നതാണ് ശരിക്കുമുള്ള അബണ്ടൻസ് എന്താണ്, ഡിവൈൻ അബണ്ടൻസ് എന്ന് പറയുന്നത് എന്താണ്. ഓക്കെ, അപ്പോൾ കുറേ കൂടെ നിങ്ങളുടെ ഹാർട്ട് ചക്രയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഇവിടെ ശ്രമിക്കുന്നതാണ്. ഹാർട്ട് സ്പേസിൽ പാസ്റ്റിലുണ്ടായേക്കുന്ന റിഗ്രറ്റ്സ് എല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് പേര് ഇവിടെ ഈ ഒരു 2024 സ്റ്റെപ്സ് എടുക്കുന്നുണ്ടാകാം. ആ ഒരു സൈക്കിൾ ഇവിടെ ബിഗിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിഗ്രറ്റിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ പീസിലോട്ട് നിങ്ങൾ മാറാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഇയറാണ് 2024 വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്പർ 10, ആക്സസ് യുവർ ഗിഫ്റ്റ്സ് ആണ് വന്നേക്കുന്നത്. ഇവിടെ നിങ്ങളോട് ഈ ഒരു 2024 നിങ്ങളുടെ മെയിൻ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതുക. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഗിഫ്റ്റ്സ്, ടാലൻസ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറേ കൂടെ ടൈം എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പൊടിതട്ടി എടുക്കാനായിട്ട്, നിങ്ങൾക്ക് പാഷൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾക്ക് ചെറിയ ചെറിയ കഴിവുകൾ ഉണ്ടാകാം, പക്ഷേ നിങ്ങൾക്ക് അതിനോട് ഒരു തൃപ്തി ഉണ്ടാകത്തില്ല, എന്നെക്കൊണ്ടത് സാധിക്കുമോ, അങ്ങനത്തെയൊക്കെ എനർജീസ് ഉണ്ടാകുന്നുണ്ടാകാം. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ഗിഫ്റ്റ്, നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ഇയർ നിങ്ങളോട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്.
കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് പെർഫെക്റ്റ് ബാലൻസ് ആണ്, മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയുടെ പെർഫെക്റ്റ് ബാലൻസുമാണ്. ഇവിടെ വന്നിട്ട് ഡിവൈൻ പൊട്ടൻഷ്യലാണ്, ഫുൾഫിൽ യുവർ ഡെസ്റ്റിനി, ബി ഓൾ യു ക്യാൻ ബി. ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതായത് നിങ്ങളുടെ വിധിയെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ വിചാരിച്ച പോലെ അങ്ങനെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് പുറത്തെടുക്കാൻ സാധിച്ചില്ല, എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, അങ്ങനത്തെയൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടും ഈ ഒരു ഇയർ നിങ്ങളോട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എഗെയിൻ ഈ ഒരു റിഗ്രറ്റിൻ്റെ എനർജിയാണ്. ആ എനർജി എല്ലാം ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു ഇയർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് പകരമായിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ, ഈശ്വരൻ തന്നേക്കുന്ന ആ ഒരു കഴിവുകൾ, പലർക്കും പല സ്കിൽസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് കുക്കിംഗ് ആയിരിക്കാം, കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള ടാലൻസ് ആയിരിക്കാം, എന്തുമാകാം. അത് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ട് പൂൾ ഓഫ് ക്രൈസ്റ്റ് ലൈറ്റ്, ഓപ്പൺ യുവർ ഹാർട്ട്, സ്പ്രെഡ് അൺകണ്ടീഷണൽ ലവ്. ഈ ഒരു ഇയറിൽ വന്നിട്ട് ഇത് വന്നിട്ട് നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയിലോട്ട് ടാപ്പിൻ ചെയ്യാനായിട്ട് ചെറിയൊരു വിഷമം ഉണ്ടാകുന്നുണ്ടാകാം, ഒരു ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ട്, ധൈര്യമായിട്ട് ആ ചാലഞ്ചസിനെ നേരിടാനൊക്കെ ആയിട്ട് കുറച്ച് പേർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഇയർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ വന്നിട്ട് ഹാർട്ട് ചക്രയുടെ എനർജിയാണ്. ഹാർട്ട് ചക്ര ഹീൽ ചെയ്യണ സമയത്ത് ചിലപ്പോൾ പാസ്റ്റ് മെമ്മറീസ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ്. അതായത് നമ്മൾ ഹീൽ ചെയ്യണതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, മനസ്സിലാക്കണം എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്, ഈ ഒരു പ്രശ്നമുണ്ട്, ഇതെനിക്ക് ഹീൽ ചെയ്യണം. അപ്പോൾ ഡിവൈൻ ചിലപ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ആ ഒരു ജേർണി ചിലപ്പോൾ കുറച്ച് പേർക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം ഈ ഒരു ഇയറിൽ. ഓക്കെ, അഗെയിൻ ഇത് ഹാർട്ട് ചക്ര ഹീലിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ മൈൻഡ് ബോഡി സ്പിരിറ്റിൽ കുറച്ചും കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഇയറിൽ. നമുക്ക് നെക്സ്റ്റ് കുറച്ചും കൂടെ ഇത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഈ എനർജീസ് നമുക്ക് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. താങ്ക് യു. നയൻ ഓഫ് വോൺസ്, പാസ്റ്റിലെ വിഷമങ്ങൾ, ചാലഞ്ചസ്, റിഗ്രറ്റ്സിൻ്റെ എനർജിയാണ്. 3 ഓഫ് വോൺസ്, അതിൽ നിന്നിട്ട് നിങ്ങൾ പുറത്ത് കടക്കാനായിട്ട് ഈ ഒരു ഇയർ ശ്രമിക്കുന്നുണ്ടാകാം. ഈ ഒരു ചാലഞ്ച്, ഈ ഒരു ടെൻഷൻ, അതിൽ നിന്നെല്ലാം പുറത്ത് കടക്കാനായിട്ട് കുറച്ച് പേർക്ക് കരിയറായിട്ടാണെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് പേര് ഈ ഒരു ഇയർ ശ്രമിക്കുന്നുണ്ടാകാം. 9 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ കഴിവുകൾ, ടാലൻസ്. ഓക്കെ, അതിൽ ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗിഫ്റ്റ്സ് കൊണ്ടിട്ട്, നിങ്ങളുടെ ടാലൻറ്റ് കൊണ്ടിട്ട് നിങ്ങൾക്ക് മണി ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. ഇവിടെ വന്നിട്ട് 6 ഓഫ് സോഡ്സിൻ്റെ എനർജി. ആ പാസ്റ്റ് റിഗ്രറ്റ്സ്, പെയിനിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാനായിട്ടാണ് പറയുന്നത്, ലെറ്റ് ഗോ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, ഇവിടെ വന്നിട്ട് 2 + 8 വന്നിട്ട് 10ൻ്റെ എനർജിയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് പാസ്റ്റ് 20 ഇയേഴ്സായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സൈക്കിള്, കുറച്ച് പേർക്ക് 10 ഇയേഴ്സ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സൈക്കിളിൽ കൂടെ പോകുന്നുണ്ടാകാം, ചാലഞ്ചിൽ കൂടെ പോകുന്നുണ്ടാകാം. ഓക്കെ, അത് മറികടക്കാനായിട്ട്, ആ ബ്ലോക്സ്, ചാലഞ്ചസൊക്കെ മറികടക്കാനായിട്ട് കുറച്ചും കൂടെ ഇവിടെ ഹാർട്ട് ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ ബാക്കിൽ ക്യൂൻ ഓഫ് വോൺസ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക, നിങ്ങളുടെ എന്താ പറയുക ടാലൻസ് മനസ്സിലാക്കുക. അഡ്വൈസ് നോക്കാം നിങ്ങൾക്കുള്ള 2024 അഡ്വൈസ്. താങ്ക് യു. താങ്ക് യു. ഫയൽ നമ്പർ 1. താങ്ക് യു. ഇവിടെ വന്നിട്ട് അറ്റൻഡ്
ടു ദ ഡീറ്റെയിൽസ്. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ വെർഗോ ആണ് വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽസിൽ ശ്രദ്ധിക്കാനായിട്ടാണ് ഈ ഒരു ഇയർ പറയുന്നത്. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ലെറ്റ് ഗോ ചെയ്യേണ്ടത്, ഹീൽ ചെയ്യേണ്ടത്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആകുന്നതാണ് ഈ ഒരു ഇയറിൽ. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ. ഓക്കെ, അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഇയറിൽ. നെക്സ്റ്റ് നോക്കാം. മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്. ന്യൂ മൂൺ ഇൻ പൈസീസ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. കുറച്ച് പേര് ഓവർ സെൻസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, എന്തെങ്കിലും സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ടാകാം റിലേഷൻഷിപ്പിൽ. ആ സമയത്തെല്ലാം അത് കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കി കുറച്ചും കൂടെ എന്താ പറയുക, എനർജീസ് എല്ലാം ബാലൻസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഇവിടെ നിങ്ങളോട് പറയുന്നത് ആക്ഷൻ എടുക്കേണ്ട സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ റെഡിയാകുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് ഒത്തിരി ക്ലോസ് ആയിട്ട് വരുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ വിചാരിച്ച സമയത്ത്, നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് അത് വരാത്ത സമയത്ത് ചിലപ്പോൾ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു കാര്യത്തിലോട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമാകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. പൈൽ നമ്പർ 1, റിലേഷൻഷിപ്പ് ഗൈഡൻസ്. പ്രോസ്പെറിറ്റി ലൈസ് അഹെഡ്, ന്യൂ മൂൺ ഇൻ ടോറസ്. ഒരു കാർഡും കൂടെ എടുക്കട്ടെ. താങ്ക് യു. റിലേഷൻഷിപ്പ് ഗൈഡൻസ്. സർവീസ്, ഐ ഫീൽ ഗുഡ് വെൻ ഐ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. ഇവിടെ വന്നിട്ട് ടോറസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫിനാൻസ് അല്ലെങ്കിൽ മണി, ഓക്കെ, പ്രോസ്പെറിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ അസറ്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അസറ്റ്സ് ആയിരിക്കാം, ഓക്കെ, ഭൂമി ആയിരിക്കാം. അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ എന്താ പറയുക, ബാലൻസ്ഡ് ആയിട്ട് അതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതും കുറച്ചും കൂടെ നിങ്ങളോട് എന്താ പറയുക, സമാധാനമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു ഇയർ നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ സർവീസ് വന്നിട്ട് ഐ ഫീൽ ഗുഡ് വെൻ ഐ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. സർവീസ് ചെയ്യണത് നല്ലതാണ്, അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആ കാര്യങ്ങളെല്ലാം നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു വ്യക്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ്, ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് കുറേ കൂടെ നിങ്ങളോട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കാരണം നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു നന്മ കൊണ്ടിട്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ പിന്നീട് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാതിരിക്കാനായിട്ട്, പിന്നീട് നിങ്ങൾക്കതൊരു ബേർഡനായിട്ട് വരാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഇയർ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കാനായിട്ടും ഈ ഒരു ഇയർ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് ഫോർ 2024. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട് മടിക്കാതിരിക്കുക. ഓക്കെ, അതായത് നിങ്ങൾ പിന്നത്തോട്ട് മാറ്റി വയ്ക്കാതിരിക്കുക. കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട്, ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഈ ഒരു 2024. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് നമ്പർ 22 ആണ്. മാനിഫെസ്റ്റ് യുവർ ഡ്രീംസ്, focus on your vision, seek satisfaction and contentment.
ഓക്കെ, നമുക്ക് ഫുൾ കാർഡ്സ് എടുത്തിട്ട് നമുക്ക് നോക്കാം മെസ്സേജസ്. താങ്ക് യു. ഫയൽ നമ്പർ 2. താങ്ക് യു. Rose Gold Cosmic Pool. Thank you. Be a beacon. Enter the magic. Cocoon of white light. Okay. കുറച്ച് പേർക്ക് നമ്പർ 222 സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം ഈ ഒരു 2024. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സയൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ടാകാം ഈ ഒരു ഇയറിൽ. അതുപോലെ തന്നെ 2020, അതുപോലെ തന്നെ 2022 ആ ഒരു ഇയർ, പാസ്റ്റ് ഇയേഴ്സ് കുറച്ച് പേർക്ക് എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നിട്ടുണ്ടാകാം. കുറച്ച് പേര് അതിൻ്റെ ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ ഈ ഒരു 2024 കടന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എനർജിയിൽ വന്നിട്ട് പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി ഡ്രീംസ് ഉണ്ടായിട്ടുണ്ടാകാം, ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അവിടെ ഒന്നും ഫോക്കസ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളുടെ വിഷൻസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡ്രീംസിൽ ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് പാസ്റ്റിൽ സാധിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ടിട്ട് തന്നെ ഒത്തിരി എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ്റെ കുറവ്, ഒരു തൃപ്തി ഇല്ലാതെ വരിക, ഒരു ഹാപ്പിനെസ്സിൻ്റെ കുറവ് കുറച്ച് പേർക്ക് പാസ്റ്റിൽ കുറേ നാളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം, ഹോം, ഫാമിലി, അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് അവിടെയുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഒരു സെക്യൂർ ആയിട്ട് എന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജീസിലൊക്കെ ഈ ഒരു ഇയറിൽ മാറ്റം വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ കുറേ കൂടെ, ഇവിടെ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ്, സപ്പോർട്ട്, അതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഇയറിൽ കുറച്ച് പേർക്ക് ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേരുടെ അഡ്വൈസിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിലായിരിക്കാം, ഫ്രണ്ട്ഷിപ്പിൻ്റെ രൂപത്തിലായിരിക്കാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇയർ ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട് പോവുക, ഒരു സെക്യൂർ അല്ല. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടാകാം. അങ്ങനത്തെയൊക്കെ ചാലഞ്ച് നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മെൻറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഫ്രണ്ട് സർക്കിളായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട്, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ വിസ്ഡം ആയിരിക്കാം, നിങ്ങളുടെ അറിവുകൾ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ബി എ ബീക്കൺ നമ്പർ 36 ആണ് വന്നിരിക്കുന്നത്. ബി ആൻ ഇൻസ്പിറേഷൻ, ലൈറ്റ് ദ വേ ഫോർ അതേഴ്സ്. എഗെയിൻ ഒരു ടീച്ചിങ്, ഒരു മെൻറ്ററിൻ്റെ എനർജി, ഒരു ഗുരുവിൻ്റെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒത്തിരി കഠിനമായ പാതയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ എന്തൊക്കെ സൊല്യൂഷനാണ് അവിടെ നിങ്ങൾ കൊണ്ടുവന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്, അതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ട് ഈ ഒരു ഇയർ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് കുറച്ചും കൂടെ ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ, ഒരു സപ്പോർട്ടിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇയർ ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ എഗെയിൻ ടീച്ചിങ് പ്രൊഫഷനായിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലോട്ട് പോസിറ്റീവ് എനർജി, ഇൻസ്പിറേഷൻ്റെ എനർജി, ഓക്കെ, കുറച്ചും കൂടെ ലൈറ്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട്, പോസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചാലഞ്ചസിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അങ്ങനത്തെ മോട്ടിവേഷൻ നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഇയറിൽ. അതുപോലെ തന്നെ നമ്പർ 6, എൻ്റർ ദ മാജിക്, ലിവ് ഇൻ ദ നൗ, സീസ് ദ മൂമെൻറ്റ്. ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ റൂട്ട് ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം ഈ ഒരു ഇയറിൽ. ഓക്കെ, കുറച്ച് പേർക്ക് ആ ഒരു എനർജിയാണ് ഇവിടെ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു എനർജി ഗ്രൗണ്ട് ചെയ്യാനായിട്ട്, ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇയർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് മൂമെൻറ്റിൽ ഈ ഒരു നിമിഷത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടാകാം. അതിനും കുറച്ചും കൂടെ നിങ്ങൾ പ്രസൻറ്റ് മൂമെൻറ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ തേർഡ് ഐ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമ്പർ 19, കൊക്കൂൺ ഓഫ് വൈറ്റ് ലൈറ്റ്, റെസ്റ്റ് ഇൻ പെർഫെക്റ്റ് ലവ്, അണ്ടർസ്റ്റാൻഡ് വൺനെസ്. കുറച്ച് പേര് ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം.
ഒരു ലോൺലിനെസ് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കാരണം നിങ്ങളിവിടെ ഈ ഒരു കൊക്കൂൺ ടു ബട്ടർഫ്ലൈയുടെ പ്രോസസ്സിലാണ്. ഈ ഒരു കൊക്കൂണിൽ നിന്നിട്ട് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറാം, ആ ഒരു പ്രോസസ്സിൽ കൂടെ നിങ്ങൾ ഈ ഒരു 2024 കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ്, ഒത്തിരി എനർജീസിൽ ഒത്തിരി എന്താ പറയുക ഫ്ലക്ച്വേഷൻസ്, അതെല്ലാം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ റൂട്ട് ചക്ര നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ എനർജീസ് ഒന്ന് വെരിഫൈ ചെയ്യാം. താങ്ക് യു. ഫയൽ നമ്പർ 2. താങ്ക് യു. ടു ഓഫ് വാൻഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ താൻ എടുത്ത ഡിസിഷൻസ് കറക്റ്റാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകാം. എഗെയിൻ ഫോക്കസിൻ്റെ കുറവായിരിക്കാം കുറച്ച് പേർക്ക്. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇവിടെ നിങ്ങൾ വന്നിട്ട് കുറച്ചും കൂടെ ഒരു കമാൻഡിങ് പവറിലോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സൈക്കിൾ നിങ്ങൾക്ക് ഈ ഒരു 2024 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ വോക്കലാകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി ധൈര്യമായിട്ട് പറയാനൊക്കെ ആയിട്ട് കുറച്ച് പേര് ഈ ഒരു പ്രോസസ്സിൽ കൂടെ ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ വന്നിട്ട് 8 ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെ എഗെയിൻ വന്നിട്ട് ഒരു ഇൻസ്പിറേഷൻ്റെ എനർജിയാണ്. ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, ചിലപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതായിരിക്കാം. പക്ഷേ എല്ലാ പ്രോബ്ലത്തിനും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്, ഒരു ഡിഫറെൻറ്റ് പാത്ത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു വിസ്ഡം നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത് കുറച്ച് പേർക്ക് ആ ഒരു എനർജിയിലോട്ട് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടും പറയുന്നുണ്ട്. അതായത് ലൈഫിൽ എന്തൊക്കെ ലോസസ് വന്നിട്ടുണ്ടെങ്കിലും നമുക്കെപ്പോഴും ഒരു ചോയ്സ് എടുക്കാനായിട്ടുള്ള ഒരു ഫ്രീ വില്ലുണ്ട്. ലൈഫിൽ ഒരു ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കും. നമ്മൾ ഒരിക്കലും സ്റ്റക്കല്ല. ഓക്കെ, അത് കുറേ കൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ വന്നിട്ട് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ലൈഫിൽ ഒരു ബോർഡം വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലൈഫിലോട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, ആ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതെല്ലാം കുറച്ച് പേരോട് ഹീൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. എഗെയിൻ ഇതൊരു ഹീലിംഗ് എനർജിയാണ്. കൊക്കൂൺ ടു ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. നമ്മളെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുന്ന, നമ്മളെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ എന്താ പറയുക കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരുന്നിട്ട് അത് ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ബാക്കിൽ വന്നിട്ട് 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ്, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങളുടെ ചുമലിൽ ഉണ്ടാകും. ഓക്കെ, ഒത്തിരി ഭാരം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതെല്ലാം എന്താ പറയുക ഇവിടെ കുറച്ച് പേർക്ക് ഹീലായിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പ്രോസസ് ത്രൂ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് നോക്കാം. പൈൽ നമ്പർ 2യുടെ അഡ്വൈസ് എന്താണ്? താങ്ക് യു. താങ്ക് യു. ട്രസ്റ്റ് ഓൾ വിൽ ബി വെൽ. ഓപ്പൺ അപ്പ് ടു ചേഞ്ച്. ഓക്കെ, ഇവിടെ വന്നിട്ട് വറീഡ് എനർജിയാണ്. ഓക്കെ, വിഷമത്തിൻ്റെ എനർജി, അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ട് ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ടാകാം. ആ ഒരു എനർജി ഇവിടെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ട്രസ്റ്റ് ഓൾ വിൽ ബി വെൽ. നിങ്ങൾ വിശ്വസിക്കുക, ലൈഫിലെല്ലാം നന്നായിട്ട് വരും, എല്ലാം ബെറ്ററായിട്ട് വരും. ഓക്കെ, നിങ്ങൾ ആ ഒരു എനർജി പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ഓപ്പൺ അപ്പ് ടു ചേഞ്ച് എന്നിട്ട് പറയുന്നത് മാറ്റങ്ങളുമായിട്ട് കുറച്ചും കൂടെ പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2024 ഫീൽ ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളോട് പെരുമാറിയ പോലെ ആയിരിക്കത്തില്ല ഈ ഒരു സമയത്ത് കുറച്ച് പേര് പെരുമാറുന്നുണ്ടാകുക. അപ്പോൾ ഒരു ചേഞ്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ആ ചാലഞ്ച് അത് നിങ്ങൾക്കൊരു ചാലഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം, ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ആ സമയത്തെല്ലാം ആ ഒരു മാറ്റമായിട്ട് കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളോട് കുറച്ചും കൂടെ ഹോണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2.
ഇവിടെ വന്നിട്ട് ഫുൾ മൂൺ ഇൻ ഏരീസ് ആണ്. കൂൾ യുവർ ഇമോഷൻസ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം, ഒരു ബ്ലോക്കേജ്, നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഓക്കെ, വ്യക്തിബന്ധങ്ങളിലായിരിക്കാം എന്തെങ്കിലും ഫൈറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പെട്ടെന്നത് എന്താ പറയുക, ഒരു ബാലൻസിലോട്ട് വരാനായിട്ട്, നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചും കൂടെ ഒന്ന് കൂൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇയർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ്, തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കാരണം പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത്, ആ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് വരുന്ന സമയത്ത് കുറേയൊക്കെ എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറേ കൂടെ നിങ്ങൾക്ക് ആലോചിച്ച് പിന്നീട് ഡിസിഷൻസ് എടുക്കാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം 2024 താങ്ക് യു. ഷോ ദ വേൾഡ് ദ റിയൽ യു. ഒരു കാർഡ് കൂടെ എടുക്കട്ടെ. താങ്ക് യു. പൈൽ നമ്പർ 2, ഗ്രോത്ത്. ഐ വോണ്ട് ടു എക്സ്പാൻഡ് മൈ കോൺഷ്യസ്നെസ് ആൻഡ് മൈ അവെയർനെസ്. ബാക്കിൽ വന്നിട്ട് ഹോണസ്റ്റിയാണ്, സത്യസന്ധത. ഓക്കെ, ഐ കാൻറ്റ് ഓൾവേസ് എക്സ്പെക്ട് ദ ട്രൂത്ത് ഫ്രം അതേഴ്സ് ബട്ട് ഐ ക്യാൻ എക്സ്പെക്ട് ഇറ്റ് ഫ്രം മൈസെൽഫ്. നിങ്ങളോട് എപ്പോഴും സത്യസന്ധമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴും ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട്, വളർച്ച കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രോത്തിൽ വന്നിട്ട് കുറച്ചും കൂടി ഒരു എക്സ്പാൻഷൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക നിങ്ങളുടെ ആക്ഷൻസിനെ കുറിച്ചിട്ട്. നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്. ഓക്കെ, അവിടെ കുറച്ചും കൂടെ ഒരു അവെയർനെസ്, കുറച്ചും കൂടെ നിങ്ങൾ ചിന്തിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ഇയർ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഷോ ദ വേൾഡ് ദ റിയൽ യു. നിങ്ങളെങ്ങനെയാണോ, നിങ്ങളുടെ റിയൽ സെൽഫ്, ഓക്കെ, അത് വേൾഡിനെ കാണിക്കാനായിട്ട് നിങ്ങൾ പേടിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഫുൾ മൂണിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്കൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിഗ്ഗർ പിക്ചർ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ നടന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓവറോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു 2024 നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഷോ ദ വേൾഡ് വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രീംസ് ഉണ്ടാകാം, ആഗ്രഹങ്ങളുണ്ടാകാം. ഓക്കെ, അത് കുറച്ചും കൂടെ ധൈര്യമായിട്ട് എന്താ പറയുക, പുറത്തെടുക്കാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടും നിങ്ങളോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ, പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് നമ്പർ 15 ആണ്. കോസ്മിക് റെയിൻബോ. ലുക്ക് ഫോർ ദ പോട്ട് ഓഫ് ഗോൾഡ്, അക്സെപ്റ്റ് ജോയ്. ഓക്കെ, നമുക്ക് കാർഡ്സ് എല്ലാം എടുത്തിട്ട് മെസ്സേജസ് നോക്കാം. പൈൽ നമ്പർ 3. താങ്ക് യു. താങ്ക് യു. I am presence. Expand your stellar gateway. I am that I am. Go with the flow. Relax and trust. Accept what is happening. Next വന്നിട്ട് Cosmic Ruby. Be a peace ambassador. Practice cosmic mastery. Creative solutions. Think outside the box. View things from a higher perspective. Okay. ഇവിടെ നമ്പർ 15 ഈ കോസ്മിക് റെയിൻബോയിൽ വന്നിട്ട് മെയിനായിട്ട് എൻ്റെ ഫോക്കസ് ഈ ഒരു കാർമേഘത്തിലാണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ നാളായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, ഒരു മനസ്സമാധാനത്തിൻ്റെ കുറവ് കുറേ നാളായിട്ട് ഉണ്ടായിട്ടുണ്ടാക്കാം. ആ ഒരു എനർജി ഇവിടെ എൻഡാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ് കടന്നു വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം, കുറച്ച് പേർക്ക്
കരിയറായിട്ടുള്ള ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് കുറച്ചും കൂടെ ഫ്രീഡം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 2024 ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് മെറ്റീരിയൽ ലൈഫിൽ നിന്നിട്ട് മാറിയിട്ട് കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് ഐ ആം പ്രസൻസ് വന്നിട്ട് സ്റ്റെല്ലാർ ഗേറ്റ് വേ വന്നിട്ട് കുറച്ചും കൂടെ ഒരു ഹയർ ചക്രയുടെ എനർജിയാണ്. ഒരു ഹയർ കോൺഷ്യസ്നെസ്സിൻ്റെ എനർജിയിലോട്ട് ടാപ്പൻ ചെയ്യാനായിട്ട് ഈ ഒരു 2024 നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു സൈക്കിൾ ബിഗിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 17 ഗോ വിത്ത് ദ ഫ്ലോ വന്നിട്ടുണ്ട്. നിങ്ങളോട് ഈ ഒരു 2024 റെസിസ്റ്റൻസിൻ്റെ എനർജിയിലോട്ട് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് ഇവിടെ മെയിനായിട്ട് പറയുന്നുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മളതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്ന എനർജിയാണ്. ഓക്കെ, അതിന് പകരമായിട്ട് ആ ഒരു ഫ്ലോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലിരുന്നിട്ട് ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ ഡിഫറെൻ്റ് ആയിരിക്കാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ടാകില്ല. പക്ഷേ ആ ഒരു ഒഴുക്കിനൊത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതൊരു ഗോളായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക 2024. അത് നിങ്ങളുടെ ഉള്ളിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സമാധാനമായിട്ട് ഈ ഒരു 2024 നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് നമ്പർ 32 കോസ്മിക് റൂബിയാണ് വന്നിരിക്കുന്നത്. ബി എ പീസ് അംബാസിഡർ, പ്രാക്ടീസ് കോസ്മിക് മാസ്റ്ററി. ഇവിടെ 3+2 5 വരുന്നുണ്ട്. 5 വന്നിട്ട് ചേഞ്ചിൻ്റെ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ലൈഫിൽ വരുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ, ഓക്കെ, അതുമായിട്ട് കുറച്ചും കൂടെ പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു 2024. ചിലപ്പോൾ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിവൈൻ ഇൻ്റർവെൻഷൻ നടക്കുന്നുണ്ടാകാം. ഈശ്വരൻ നിങ്ങളുടെ മുന്നിലോട്ട് ഒത്തിരി എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്തിൽ കൂടെ ചിലപ്പോൾ നിങ്ങളെ നടത്തുന്നുണ്ടാകാം. ഓക്കെ, ആ സമയത്തെല്ലാം ആ ഒരു ചേഞ്ചായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്പർ 13 വന്നിട്ടുണ്ട് ക്രിയേറ്റീവ് സൊല്യൂഷൻ, തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്, വ്യൂ തിങ്സ് ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ്. ഈ ഒരു എനർജി വന്നിട്ട് നിങ്ങളുടെ ഒരു മെയിൻ ചാലഞ്ചായിട്ടാണ് ഈ ഒരു 2024 എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ടാകാം, ഒരു ചാലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ വിചാരിച്ച് വച്ചേക്കുന്ന കാര്യങ്ങൾ, പഠിച്ചു വച്ചേക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കി വച്ചേക്കുന്ന കാര്യങ്ങൾ വിട്ട് പുതിയൊരു മാറ്റത്തിലോട്ട് മാറാനായിട്ട് ഒരു എന്താ പറയുക ഔട്ട്സൈഡ് ബോക്സിൽ നിന്നിട്ട് തിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് പേർക്ക് ചാലഞ്ച് ഈ ഒരു 2024 ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങളുടെ ഒരു ഹയർ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ചിന്തിക്കാനായിട്ടാണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നിങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എടുക്കാം. പൈൽ നമ്പർ 3 ക്ലാരിഫിക്കേഷൻ. ടവർ, 5 of Pentacles, 3 of Pentacles. ഓക്കെ, ഇവിടെ ടവർ വന്നിട്ട് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ, ഒരു എന്താ പറയുക ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു ഇയറിൽ എന്തെങ്കിലുമൊക്കെ ടവർ മൂമെൻറ്റ്സ് ക്രിയേറ്റ് ആകുന്നുണ്ടാകാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ് സംഭവിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, ആലോചിക്കാനൊക്കെ ആയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. ഓക്കെ, അതായത് കുറച്ച് പേർക്ക് നിങ്ങളുടെ വർത്തിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റ് ചിലപ്പോൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ചും കൂടെ നിങ്ങളെന്താണ്, ഹൂ ആം ഐ, അങ്ങനത്തെ ഹയർ ലെവലിലുള്ള നിങ്ങളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അഗെയിൻ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ്. അതുപോലെ തന്നെ ഗോ വിത്ത് ദ ഫ്ലോയിൽ 3 of Pentaclesൻ്റെ എനർജിയാണ്. ഇവിടെ നമുക്ക് എന്താ പറയുക ഒത്തിരി പേര് നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നതായിട്ട്, ഗൈഡൻസ് ചെയ്യുന്നതായിട്ട്, ചിലപ്പോൾ ഇത് കരിയറിലായിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തുമായിക്കോട്ടെ ആ ഒരു ഫ്ലോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പേഴ്സണലി എടുക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക.
അതുപോലെ തന്നെ കുറച്ച് പേരോട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് കിട്ടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അവർ പറയുന്നത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. പക്ഷേ ലിസൺ ചെയ്യാനായിട്ടും ശ്രമിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദ ഫൂൾ, ലവർ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഈ ഒരു ബ്ലോക്കേജ് വന്നിട്ട് കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഏഞ്ചൽ വന്നിട്ട് നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സ്വീകരിക്കാനായിട്ടായിരിക്കാം കുറച്ച് പേർക്ക് ബ്ലോക്കേജ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ പുതിയ അറിവായിരിക്കാം, പുതിയ രീതിയിൽ ചിന്തിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ടാകാം. ഓക്കെ, അത് ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജ് ആയിട്ട്, ഒരു തടസ്സമായിട്ട്, ചാലഞ്ചായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം ഈ ഒരു 2024. ഈ ഒരു ഫൂൾ കാർഡിൽ വന്നിട്ട് ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു ഡോഗിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡോഗ് വന്നിട്ട് ലോയൽറ്റിയുടെ എനർജിയാണ്, സത്യസന്ധമായിട്ടുള്ള പെരുമാറ്റം, ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു എനർജിയാണ്. ചിലപ്പോൾ ആ മേഖലയിലായിരിക്കാം കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു പാസ്റ്റിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു ഇൻസിഡൻ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകിയ ആ ഒരു പെയിൻ, അതെല്ലാം കുറച്ചും കൂടെ ഹീൽ ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഒരു ലൈഫിലൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങളോട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് എന്താ പറയുക, ഒപ്പീനിയനിലുണ്ടാകുന്ന ഡിഫറൻസ് ആയിരിക്കാം. രണ്ടുപേരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന കൊണ്ടിട്ടുണ്ടാകുന്ന പ്രോബ്ലം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെയും കുറച്ചും കൂടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 3 ഗൈഡൻസ് എന്താണ്? പയൽ നമ്പർ 3യുടെ ഗൈഡൻസ് എന്താണ്? ഓക്കെ, ഇവിടെ വന്നിട്ട് അൺലീഷ് യുവർ കൈൻഡസ്റ്റ് സെൽഫ്, കീപ് യുവർ ഹേർട്ട് ഓപ്പൺ, ഫോക്കസ് ഓൺ ദ പോസിറ്റീവ്, honor your feelings. ഓക്കെ, ഒരു കാർഡും കൂടെ എടുക്കട്ടെ. താങ്ക് യു. പയൽ നമ്പർ 3 റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. താങ്ക് യു. ഹോണസ്റ്റി. ഓക്കെ, ഇവിടെ അൺലീഷ് യുവർ കൈൻഡസ്റ്റ് സെൽഫ് വന്നിട്ട് ഇത് വന്നിട്ട് എഗെയിൻ ലെറ്റ് ഗോയുടെ എനർജിയാണ്. നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായിരിക്കുന്ന ആ ഒരു വിഷമങ്ങൾ അതുകൊണ്ടിട്ട് നിങ്ങളോട് എന്താ പറയുക, ഓവർ ഹാർഷായിട്ട് പെരുമാറാതിരിക്കുക, ഓവർ ജഡ്ജ്മെൻ്റലായിട്ട് പെരുമാറാതിരിക്കുക. കുറച്ചും കൂടെ നിങ്ങളോട് കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി കുറച്ചും കൂടെ സെൽഫ് ലവിൻ്റെ എനർജിയിൽ ടാപ്പിൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഇയറിൽ. ഇവിടെ വന്നിട്ട് കീപ്പ് യുവർ ഹേർട്ട് ഓപ്പൺ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ, ആരുടെയും ഫേവർ പറയാതിരിക്കുക. സത്യസന്ധമായിട്ട് നിങ്ങളുടെ എന്താ പറയുക കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ട് ഫോക്കസ് ഓൺ ദ പോസിറ്റീവാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് വരുന്നുണ്ട്, തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്സെറ്റ് ആവാതിരിക്കുക, പെട്ടെന്ന് ഡൗൺ ആവാതിരിക്കുക. ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില തടസ്സങ്ങൾ, ചില ബ്ലോക്കേജസ് നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ്, ഒരു സംരക്ഷണമാണ്. ചില കാര്യങ്ങൾ നടക്കാത്തത് ഈശ്വരൻ്റെ ഒരു സംരക്ഷണമാണ്. അതുകൊണ്ടിട്ട് കുറച്ചും കൂടെ അത് പോസിറ്റീവായിട്ട് മനസ്സിലാക്കാനായിട്ട്, ലൈഫിനെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നേരിടാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഹോണർ യുവർ ഫീലിങ്സ്, ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ പൈസീസ് ആണ് വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ കുറച്ചും കൂടെ നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചും കൂടെ നിങ്ങൾ ഹോണർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, കുറച്ചും കൂടെ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കുറേ കൂടെ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെഡിറ്റേഷനും കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് മെഡിറ്റേറ്റീവ് എനർജിയിലിരിക്കുന്നതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ. ഓക്കെ, ഹോണസ്റ്റി വന്നിട്ട് ഐ കാൻറ്റ് ഓൾവേസ് എക്സ്പെക്ട് ദ ട്രൂത്ത് ഫ്രം അതേഴ്സ് ബട്ട് ഐ ക്യാൻ എക്സ്പെക്ട് ഇറ്റ് ഫ്രം മൈസെൽഫ്.
ഓക്കെ, നിങ്ങളോട് നിങ്ങൾ സത്യസന്ധമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്സിലും ആ ഒരു സത്യസന്ധത പുലർത്താനായിട്ട് ഈ ഒരു 2024 നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ സത്യസന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻസ് എടുത്ത് കൊണ്ടിട്ട്, നിങ്ങളുടെ ട്രൂത്തിൽ നിങ്ങൾ ഉറച്ചു നിന്ന് കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ ഒറ്റപ്പെടലിൽ കൂടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാകാം. ആ ഒരു എനർജിയും ഈ ഒരു 2024 ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.